നമുക്കറിയാം, നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന, നാനാത്വത്തിൽ ഏകത്വം പകരുന്ന പുണ്യനാടാണ് നമ്മുടെ രാജ്യം. അവരുടെ തിന്മയ്ക്ക് കാരണമാകാതെ എല്ലാവർക്കും ഒരുപോലെ തങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനും അർഹിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ പരിഗണിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെ, ആരും മാറ്റി നിർത്തപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില ആനുകൂല്യങ്ങൾ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നാണ് ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കണക്കെടുത്താൽ അതിൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന തുടങ്ങിയ സമുദായങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. 1993 മെയ് 17 രൂപം കൊടുത്തിട്ടുള്ളത്. ഏകദേശം 32 വർഷത്തോളം ആകുന്നു. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രാതിനിധ്യം പരിശോധിച്ചാൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന സമുദായങ്ങളിൽ നിന്ന് ഓരോരുത്തരും, ഹിന്ദു ഉൾപ്പെടെ ഏതെങ്കിലും സമുദായങ്ങളിൽ നിന്ന് ഒരാളും തുടങ്ങി 7 അംഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലുള്ളത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടുന്ന വിഭാഗങ്ങൾ ഒരുപോലെ പരിഗണിക്കപ്പെടണം, അവരുടെ താല്പര്യങ്ങൾ വേർതിരിവുകളില്ലാതെ കേൾക്കണം എന്നതാണ് കമ്മീഷന്റെ ലക്ഷ്യം. 3 വർഷമാണ് ഇതിലെ അംഗങ്ങളുടെ കാലാവധി. അതിനുശേഷം പുതിയ അംഗങ്ങൾ ആ സ്ഥാനത്തേക്ക് വരും. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ക്രൈസ്തവർ അംഗമല്ലാത്ത ന്യൂനപക്ഷ കമ്മീഷനാണ് മുന്നോട്ട് പോകുന്നത്. 5 വർഷം മുമ്പ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ വിരമിച്ചതിന് ശേഷമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ക്രൈസ്തവ പ്രാതിനിധ്യം പൂർണ്ണമായി ഇല്ലാതാകുന്നത്. നമുക്കറിയാം, 2017 മെയ്യിലാണ് ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരുന്നത്. 2017 ന്യൂനപക്ഷ കമ്മീഷനിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും 2021 ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ഇത് പരിഹരിക്കാനുള്ള നടപടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2020 മാർച്ച് 31 ജോർജ് കുര്യൻ വിരമിച്ചതോടെ ആ ഒഴിവിലേക്ക് വേറെ നിയമനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതോടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 6 കുറഞ്ഞു. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെ രൂപം നൽകിയ കമ്മീഷനിൽ ക്രൈസ്തവ അംഗത്വം പൂർണ്ണമായി ഇല്ലാതായി. നോക്കണേ, 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഓരോ അംഗത്തെ നിയമിച്ചിരിക്കണം എന്ന നിയമം നിലനിൽക്കെയാണ് ക്രൈസ്തവ അംഗത്വം ഇല്ലാതെ 2020 മുതൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുന്നോട്ട് പോയത്. എന്നാൽ മുന്നോട്ട് പോകുന്തോറും വീണ്ടും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ 3 വർഷ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചതോടെ നിലവിൽ കമ്മീഷനിൽ ഒരംഗം പോലും ഇല്ലാതായി. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെ രൂപം നൽകിയ കമ്മീഷൻ അങ്ങനെ ഫലത്തിൽ പ്രവർത്തനരഹിതമായി. അധ്യക്ഷനും ഉപാധ്യക്ഷനും അടക്കമുള്ള 7 അംഗ കമ്മീഷനിലെ എല്ലാ സീറ്റും ഒഴിഞ്ഞതോടെ ന്യൂനപക്ഷ കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ അനാഥമായി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ഇക്ബാൽ സിംഗ് ലാൽപുര കഴിഞ്ഞ ഏപ്രിലാണ് വിരമിച്ചത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും ലാൽപുര പരാജയപ്പെട്ടു. ഇനി ന്യൂനപക്ഷങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിനായി 2004 രൂപീകരിച്ച ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാര്യവും ഒട്ടും വിഭിന്നമല്ല. കമ്മീഷനിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതിനും പരിഗണിക്കപ്പെടുന്നതിനും രാജ്യം അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നതിനും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ കൂടിയേ തീരൂ. അല്ലാത്ത പക്ഷം ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്കും എത്തുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല. ഇനി മറ്റൊരു വശമുള്ളത്, ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രവർത്തനങ്ങൾ ഇല്ലാതായാൽ എല്ലാ സമുദായങ്ങളിലെയും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും തുല്യമായി പരിഗണിക്കപ്പെടില്ല എന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ഇവയ്ക്ക് പിന്നിലുണ്ടോ? സംശയം മാത്രമാണ്.